ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. വെൽക്കം ബാക്ക് ടു ചാനൽ. ഇന്ന് സൺഡേ ആയിട്ട് സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റ് ചെറുപയർ ദോശയും സാമ്പാറുമാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം ഇന്ന് സൺഡേ ഫുള്ള് ഞങ്ങൾ ഫാമിലി ആയിട്ട് എൻജോയ് ചെയ്യണതും എവിടെയൊക്കെ പോയോണു അങ്ങനെയുള്ള ഞങ്ങളുടെ എല്ലാ എൻജോയ്മെൻറ്റിൻ്റെ കൂടെ നിങ്ങളും ഞങ്ങളുടെ കൂടെ കൂടണം. അപ്പോൾ ഞങ്ങൾ ഇന്ന് എവിടെയൊക്കെ പോയി ഞങ്ങളുടെ ഓരോ കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നേക്കണേ. അപ്പോൾ ബാക്കി വിശേഷം നമുക്ക് വീഡിയോയിലൂടെ കാണാം. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക മുഴുവൻ. ഭയങ്കര സുന്ദരിയാണല്ലോ. ഞങ്ങളുടെ ഇന്നത്തെ സൺഡേ വളരെ സ്പെഷ്യൽ ആയിരുന്നു. രാവിലെ തന്നെ നല്ല ഫ്രഷ് ഫീലിംഗ് ആയിരുന്നു. സൺഡേ ആയതുകൊണ്ട് ഒരു പീസ്ഫുൾ ഡേ സ്പെൻഡ് ചെയ്യാമെന്ന് ഞങ്ങൾ പ്ലാൻ ചെയ്തു. രാവിലെ എഴുന്നേറ്റതിന് ശേഷം ചെറിയ ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കി കുഞ്ഞിനെ റെഡിയാക്കി ഞങ്ങൾ റെഡിയായി. സൺഡേ മോർണിംഗ് ആയതുകൊണ്ട് മനസ്സിനൊരു കാം ഫീലിംഗ് ഉണ്ടായിരുന്നു. ആദ്യം ഞങ്ങൾ ശിവ ടെമ്പിളിലേക്കാണ് പോകാൻ തീരുമാനിച്ചത്. ടെമ്പിളിൽ എത്തുമ്പോൾ തന്നെയുള്ള അറ്റ്മോസ്ഫിയർ വളരെ പീസ്ഫുൾ ആയിരുന്നു. ക്ഷേത്രത്തിലെ ബെൽ സൗണ്ട് എല്ലാം കൂടി വളരെ ഡിവൈൻ ഫീലിംഗ് തന്നു. ഞങ്ങൾ കുറച്ച് സമയം അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. കുടുംബത്തിനും കുഞ്ഞിനും ആരോഗ്യത്തിനും സന്തോഷം ലഭിക്കണമെന്നും പ്രാർത്ഥിച്ചു. സൺഡേ മോർണിംഗ് ടെമ്പിൾ വിസിറ്റ് ഒരു പോസിറ്റീവ് എനർജി തന്നെ. ടെമ്പിൾ വിസിറ്റ് കഴിഞ്ഞു. അപ്പോൾ മുംബൈയിലെ തന്നെ ഫേമസ് ഒരു നാച്ചുറൽ പാർക്കിലേക്ക് ഞങ്ങൾ പോകാൻ നിൽക്കുകയാണ്, സഞ്ജയ് നാഷണൽ പാർക്ക്. അപ്പോൾ ബാക്കി വിശേഷം നമുക്ക് മൊത്തം വീഡിയോയിലൂടെ കാണാം. ഞങ്ങൾ ബൈക്കിലാണ് പോകുന്നത്. അപ്പോൾ സിറ്റി ലൈഫിൽ നിന്ന് മാറി കുറച്ച് നാച്ചുറലായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി സ്പോട്ടിലേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത്. കൂടില്ലേ? അപ്പോൾ നമുക്ക് പോവാം. സഞ്ജയ് ഗാന്ധി നാഷണൽ പാർക്ക് എത്തി. ആദ്യം തന്നെ ഇവിടെയുള്ള ഏറ്റവും എക്സൈറ്റിംഗ് എക്സ്പീരിയൻസ് ആയ ടൈഗർ ലയൺ സഫാരി കാണാൻ ഞങ്ങൾ ബസ്സിൽ കയറി. സഫാരി ബസ്സിൽ ജംഗിളിനുള്ളിലേക്ക് സ്ലോലി പോകുമ്പോൾ തന്നെ ഒരു അഡ്വഞ്ചർ ഫീൽ ഉണ്ടായിരുന്നു. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ ടൈഗറിനെയും ലയനെയും കാണാൻ പറ്റി. അത് കാണുമ്പോൾ ശരിക്കും പറയാൻ വാക്കുകൾ തന്നെ ഇല്ലായിരുന്നു. ഒരുപാട് എക്സൈറ്റ്മെൻറ്റ്. കുറേ കാലത്തിന് ശേഷം ഇങ്ങനെ ജംഗിൾ എക്സ്പ്ലോർ ചെയ്യുന്നതിന് ഒരു വേറിട്ട അനുഭവം തന്നെയായിരുന്നു. അതിനുശേഷം ഞങ്ങൾ ടോയ് ട്രെയിൻ വഴി ജംഗിൾ ഫുൾ ചുറ്റിക്കറങ്ങി ഭയങ്കരമായിട്ട് എക്സ്പ്ലോർ ചെയ്തു. ഫുൾ ഗ്രീനറി, ബേർഡ് സൗണ്ട്, ഫ്രഷ് എയർ എല്ലാം കൂടി നേച്ചറിൻ്റെ ഒരു ബ്യൂട്ടി വൈബായിരുന്നു. ചില ചെറിയ വൈൽഡ് അനിമൽസിനെയും ബേർഡ്സിനെയും കാണാൻ പറ്റി. സിറ്റിയുടെ ബിസി ലൈഫിൽ നിന്നും മാറി നേച്ചറിൻ്റെ ഇടയിൽ ഇങ്ങനെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുന്നതിന് വളരെ റിഫ്രഷിംഗ് ആയിരുന്നു. ഇന്നത്തെ എക്സ്പീരിയൻസ് ശരിക്കും ഒരു അഡ്വഞ്ചർ പോലെ തോന്നി. വ്ളോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അത്രയ്ക്ക് അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു ഞങ്ങൾക്ക്. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. എൻജോയ് ചെയ്തു. നിങ്ങൾക്കും ഇതുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പറയുന്നത്. ഫാമിലി ആയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സ്പോട്ടാണ്. എല്ലാവരും ഈ സ്ഥലം മിസ് ചെയ്യരുത്. ഭയങ്കര സുന്ദരിയാണല്ലോ. ഞങ്ങളുടെ ഇന്നത്തെ സൺഡേ വളരെ സ്പെഷ്യൽ ആയിരുന്നു. രാവിലെ തന്നെ നല്ല ഫ്രഷ് ഫീലിംഗ് ആയിരുന്നു. സൺഡേ ആയതുകൊണ്ട് ഒരു പീസ്ഫുൾ ഡേ സ്പെൻഡ് ചെയ്യാമെന്ന് ഞങ്ങൾ പ്ലാൻ ചെയ്തു. രാവിലെ എഴുന്നേറ്റതിന് ശേഷം ചെറിയ ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കി കുഞ്ഞിനെ റെഡിയാക്കി ഞങ്ങൾ റെഡിയായി. സൺഡേ മോർണിംഗ് ആയതുകൊണ്ട് മനസ്സിനൊരു കാം ഫീലിംഗ് ഉണ്ടായിരുന്നു. ആദ്യം ഞങ്ങൾ ശിവ ടെമ്പിളിലേക്കാണ് പോകാൻ തീരുമാനിച്ചത്. ടെമ്പിളിൽ എത്തുമ്പോൾ തന്നെയുള്ള അറ്റ്മോസ്ഫിയർ വളരെ പീസ്ഫുൾ ആയിരുന്നു. ക്ഷേത്രത്തിലെ ബെൽ സൗണ്ട് എല്ലാം കൂടി വളരെ ഡിവൈൻ ഫീലിംഗ് തന്നു. ഞങ്ങൾ കുറച്ച് സമയം അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. കുടുംബത്തിനും കുഞ്ഞിനും ആരോഗ്യത്തിനും സന്തോഷം ലഭിക്കണമെന്നും പ്രാർത്ഥിച്ചു. സൺഡേ മോർണിംഗ് ടെമ്പിൾ വിസിറ്റ് ഒരു പോസിറ്റീവ് എനർജി തന്നെ. ടെമ്പിൾ വിസിറ്റ് കഴിഞ്ഞു. അപ്പോൾ മുംബൈയിലെ തന്നെ ഫേമസ് ഒരു നാച്ചുറൽ പാർക്കിലേക്ക് ഞങ്ങൾ പോകാൻ നിൽക്കുകയാണ്, സഞ്ജയ് നാഷണൽ പാർക്ക്. അപ്പോൾ ബാക്കി വിശേഷം നമുക്ക് മൊത്തം വീഡിയോയിലൂടെ കാണാം. ഞങ്ങൾ ബൈക്കിലാണ് പോകുന്നത്. അപ്പോൾ സിറ്റി ലൈഫിൽ നിന്ന് മാറി കുറച്ച് നാച്ചുറലായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി സ്പോട്ടിലേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത്. കൂടില്ലേ? അപ്പോൾ നമുക്ക് പോവാം. സഞ്ജയ് ഗാന്ധി നാഷണൽ പാർക്ക് എത്തി. ആദ്യം തന്നെ ഇവിടെയുള്ള ഏറ്റവും എക്സൈറ്റിംഗ് എക്സ്പീരിയൻസ് ആയ ടൈഗർ ലയൺ സഫാരി കാണാൻ ഞങ്ങൾ ബസ്സിൽ കയറി.
സഫാരി ബസ്സിൽ ജംഗിളിനുള്ളിലേക്ക് സ്ലോലി പോകുമ്പോൾ തന്നെ ഒരു അഡ്വഞ്ചർ ഫീൽ ഉണ്ടായിരുന്നു. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ ടൈഗറിനെയും ലയണിനെയും കാണാൻ പറ്റി. അത് കാണുമ്പോൾ ശരിക്കും പറയാൻ വാക്കുകൾ തന്നെ ഇല്ലായിരുന്നു. ഒരുപാട് എക്സൈറ്റ്മെൻറ്റ്. കുറേ കാലത്തിന് ശേഷം ഇങ്ങനെ ജംഗിൾ എക്സ്പ്ലോർ ചെയ്യുന്നതിന് ഒരു വേറിട്ട അനുഭവം തന്നെയായിരുന്നു. അതിനുശേഷം ഞങ്ങൾ ടോയ് ട്രെയിൻ വഴി ജംഗിൾ ഫുൾ ചുറ്റിക്കറങ്ങി. ഭയങ്കരമായിട്ട് എക്സ്പ്ലോർ ചെയ്തു. ഫുൾ ഗ്രീനറി, ബേർഡ് സൗണ്ട്, ഫ്രഷ് എയർ എല്ലാം കൂടി നേച്ചറിൻ്റെ ഒരു ബ്യൂട്ടി വൈബായിരുന്നു. ചില ചെറിയ വൈൽഡ് അനിമൽസിനെയും ബേർഡ്സിനെയും കാണാൻ പറ്റി. സിറ്റിയുടെ ബിസി ലൈഫിൽ നിന്നും മാറി നേച്ചറിൻ്റെ ഇടയിൽ ഇങ്ങനെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുന്നതിന് വളരെ റിഫ്രഷിംഗ് ആയിരുന്നു. ഇന്നത്തെ എക്സ്പീരിയൻസ് ശരിക്കും ഒരു അഡ്വഞ്ചർ പോലെ തോന്നി. വ്ളോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അത്രയ്ക്ക് അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു ഞങ്ങൾക്ക്. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. ഭയങ്കര എൻജോയ് ചെയ്തു. നിങ്ങൾക്കും ഇതുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പറയുന്നത്. ഫാമിലി ആയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സ്പോട്ടാണ്. എല്ലാവരും ഈ സ്ഥലം മിസ് ചെയ്യരുത്. ഇപ്പോൾ സൺഡേ ഈവനിങ് ആയി. ഞങ്ങൾ ഇന്ന് മാക്സിമം അടിച്ചു പൊളിച്ചു. ഇന്ന് സഞ്ജയ് ഗാന്ധി നാഷണൽ പാർക്കിൽ. ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് ഭയങ്കര മെമ്മറബിൾ ആയിട്ടുള്ള ഒരു ദിവസമാണ്. ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു ഇന്നത്തെ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇനിയും ഇതുപോലുള്ള സാഹസികമായ ഓരോ വീഡിയോ ഞങ്ങൾ ഇനിയും വരും. അപ്പോൾ എല്ലാവർക്കും ബായ്. അപ്പോൾ അതിന് ശേഷം ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങുകയാണ്. അപ്പോൾ എല്ലാവർക്കും ബായ്. बेबी क्यों कर रहा है इतना बड़ा वाला? इतना बड़ा टाइगर बेबी टाइगर बड़ा സൂപ്പർ അടിപൊളി സ്പോട്ട് കേട്ടാ. പൈസക്ക് മുതല അടിപൊളിയാ.